ജോസ് പ്രകാശ് സാറായിരുന്നു ഈ ക്യാരക്ടർ ആദ്യം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കലൂരുള്ള കല്ലറയിൽ പോയിട്ട് ഒരു മൗനാനുവാദം വാങ്ങി പുഷ്പചക്രം സമർപ്പിച്ച് അത് വേണമല്ലോ. കാലത്ത് ശരിക്കും ഇങ്ങനെ പറിച്ചു നടുക എന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ ഇതിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഇത് എനിക്ക് തോന്നിയത്. പഴയ കാലത്ത് കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഇളക്കൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ അത് വേണ്ടപ്പെട്ട ഒരാൾ അതിൽ ആ ഒരു നടത്തിപ്പുകാരുടെ ഒരു ആവേശത്തോടു കൂടിയായിരുന്നു സന്തോഷ് ചേട്ടൻ ആ ക്യാമറ ഇങ്ങനെ ചലിപ്പിക്കും. മഴയും പുഴയും അത് അങ്ങനത്തെ സമയത്താണൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. നല്ല റിസ്ക് ഇതുണ്ട്. പക്ഷെ എന്നാലും ഒരു പൂ പറിച്ചെടുക്കുന്ന ലാഘവത്തോടു കൂടിയാണ് നമുക്ക് തോന്നുന്നു ഓരോ ഷോട്ടും പ്രിയൻ സാറ് പ്ലാൻ ചെയ്യുന്നത്. ഇതിലൊരു അടിയുണ്ട് ഞങ്ങൾ തോന്നുന്നില്ല, അത് നാടൻ അടി. അത് ലാലേട്ടനാണ് കമ്പോസ് ചെയ്തത്. ഇപ്പം മോഹൻലാലായതുകൊണ്ട് എന്തൊക്കെയോ തട്ടിക്കയറ്റാണ് അങ്ങനെ വേണം പറയാം. അങ്ങനെയല്ല അത് നമുക്ക് ഈ ഇത്തരം കാര്യങ്ങളോട് പ്രവർത്തിച്ച് അനുഭവം കൂടുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അതങ്ങനെ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. വ്യക്തി എന്ന രീതിയിൽ അഭിനേതാവ് എന്ന രീതിയിൽ മോഹൻലാലിനെ അഡ്മയർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കാണുന്നത്. അത്രയും വലിയ ആരാധകനാണെന്ന് താങ്കൾ? ആരാധകനല്ല, ആരാധനയ്ക്കപ്പുറത്തേക്ക് ഒരു പഠിതാവ് എന്ന നിലയിലാണ് ഞാൻ ഇവരെയൊക്കെ കാണാറ്. ദക്ഷിണ കൊടുക്കാത്ത ഒരു ഗുരുനാഥനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കൊടുത്തിട്ടില്ല എപ്പോഴും. 8Kയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആന്ത്രോളജി പ്രൊജക്റ്റാണ് ഇത്. നമസ്കാരം. MT വാസുദേവൻ നായരുടെ ചെറുകഥകളെ ആസ്പദമാക്കി മനോരഥങ്ങളുടെ റിലീസിങ്ങിന് ഒരുങ്ങുകയാണ്. ഇപ്പോൾ ആ ആന്തോളജിയുടെ വിശേഷങ്ങളുമായി സുധീർ അമ്പലപ്പാടും ഹരീഷ് പേരടിയും ഇരുവർക്കും സ്വാഗതം. ഇപ്പോൾ ആദ്യം സുധീറിനോട് പോകാം. മനോരഥങ്ങൾ തീരുമാനിക്കുന്നു ഇങ്ങനെ 9 ചെറുകഥകളെ ആസ്പദമാക്കി ഒരു ആന്തോളജി ചെയ്യുന്നു. എങ്ങനെയാണ് ഈ ഒരു MTയുടെ ചെറുകഥകളെ ആസ്പദമാക്കി ഒരു ആന്തോളജി എന്നുള്ളൊരു ഐഡിയയിലേക്ക് വരുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം? പഴശ്ശിരാജയ്ക്ക് ശേഷം ഒരു മുഴുവൻ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് എഴുതുക എന്നത് ഒരു ആരോഗ്യ അവസ്ഥ വെച്ചിട്ട് സാറിന് സാധ്യമല്ലായിരുന്നു. എന്നാൽ സാറിൻ്റെ സ്ക്രിപ്റ്റ് ആഗ്രഹിക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഇവിടെയുണ്ട്. ഉദാഹരണത്തിന് പ്രിയൻ സാറ് കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരു സ്ക്രിപ്റ്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയരാജേട്ടൻ 30 വർഷമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും ഒരു ആഗ്രഹമാണ്. അതേപോലെ തന്നെ ഏതൊരു ആർട്ടിസ്റ്റിൻ്റെയും ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ ഒരു സീനിലെങ്കിലും അഭിനയിക്കുക എന്നുള്ളത്. ടെക്നീഷ്യൻസിൻ്റെ അങ്ങനെയാണ്. അപ്പം ഈ സമയത്താണ് രവീന്ദ്രനാഥ ടാഗോർ കഥകൾ വരുന്നത്. ഇങ്ങനെ ആന്തോളജി ആയിട്ട് ഇന്ത്യയിലൊരു വളരെ പ്രശസ്തമായ രവീന്ദ്രനാഥ ടാഗോർ വരുന്നത്. ഈ സമയത്ത് തന്നെ നമ്മൾ പുതിയ തിരക്കഥ ചോദിക്കുന്ന സംവിധായകരുണ്ട്. അങ്ങനെയാണ് അശ്വതിക്ക് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് അശ്വതി എത്തുന്നു. ഈ രവീന്ദ്രനാഥ ടാഗോർ കഥകൾ കണ്ട സമയത്താണ് എന്തുകൊണ്ട് നമുക്കിങ്ങനെ സാറിൻ്റെ 100 കണക്കിന് ചെറുകഥകളുണ്ട്, അതിൽ കുറച്ച് ചെറുകഥകൾ തിരക്കഥയാക്കിയിട്ട്, കാരണം ഒരു 40 മിനിറ്റോ 50 മിനിറ്റോ ഉള്ളൂ, അപ്പം കുറച്ച് ദിവസം കൊണ്ട് തന്നെ എഴുതി തീരും. ഈ ആശയം സാറുമായിട്ട് പങ്കുവച്ചപ്പം പിന്നെ പുതിയ മീഡിയത്തിലേക്ക്, കാരണം OTT മീഡിയത്തിലേക്ക് പുതിയൊരു കാലഘട്ടത്തിലേക്ക് കൂടി സാറിൻ്റെ സിനിമകളെ മലയാളികൾക്കും ലോക പ്രേക്ഷകർക്കും മുന്നിലെത്തിക്കുക എന്നുള്ള ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിന് സാറും തയ്യാറായി. അങ്ങനെയാണിത് ഈ പ്രൊജക്റ്റ്. അടുത്ത തലമുറയിലേക്ക് MT സാറിൻ്റെ കഥകളെ എത്തിക്കുകയാണ്. അതെ. ഇപ്പോൾ ഇതിൽ 9 കഥകൾ, ഈ 9 കഥകൾ തിരഞ്ഞെടുത്തതിൻ്റെ ഒരു ക്രൈറ്റീരിയ എങ്ങനെയായിരുന്നു? ഈ 9 കഥകൾ തിരഞ്ഞെടുക്കുന്നത് അത് ശരിക്കും ഒരു വലിയ ടാസ്ക് തന്നെയായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ 100 കണക്കിന് ചെറുകഥകളുണ്ട്. ഇതിലേത് തിരഞ്ഞെടുക്കും? അപ്പം നവതി ഒരു ആദരം, സാറിൻ്റെ ഒരു നവതി ആഘോഷം നടക്കുന്ന സമയം, അങ്ങനെ ഒരു 9 എന്ന് തീരുമാനിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് 9 തീരുമാനിച്ചു. പിന്നെ പല ജോണറിലുള്ള കഥകളാണ് തിരഞ്ഞെടുത്തത്. അത് 90s ഉണ്ട്, 50 വർഷം മുമ്പുള്ള ഹരീഷ് പാരഡി അഭിനയിച്ച ഓളവും തീരവും പോലുള്ള 50 വർഷം മുമ്പ് ഇറങ്ങിയ മലയാളത്തിൻ്റെ ഒരു ചരിത്രമായിട്ടുള്ള സിനിമയുണ്ട്. ഷെർലക്ക് പോലുള്ള ഏറ്റവും പോസ്റ്റ് മോഡേൺ കഥ എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്ന, അങ്ങനെ അതാണല്ലോ ഒരു ആന്തോളജിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഒരു ബൊക്കെ പോലെ ഏത് തരത്തിലുള്ള പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റുന്ന, ഏത് ജനറേഷനിലും ഏത് കാലഘട്ടത്തിലും, ഇനിയിപ്പോൾ ഒരു 50-100 വർഷം കഴിഞ്ഞാൽ പോലും മലയാളികൾക്കോ അല്ലെങ്കിൽ ലോകത്തുള്ള പ്രേക്ഷകർക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഥാ സെലക്ഷനായിരുന്നു. അതിന് സരിഗമയുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ഒരു കൂട്ടായ എല്ലാവരും കൂടെ തിരഞ്ഞെടുക്കുന്നു. ഇതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും പഴയ കാലഘട്ടം പറയുന്ന ചിത്രം അതാണ് ഓളവും തീരവും. അതിൽ ഒരു ഈ ആന്തോളജിയിലെ ഏക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്.
അപ്പോൾ ആ സിനിമ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ചിത്രീകരിക്കാമെന്നുള്ളൊരു ഐഡിയ പ്രിയൻ സാറിൻ്റെതായിരുന്നു അതോ? അത് തീർച്ചയായിട്ടും അവരുടെ ഒരു ടീം, പ്രിയൻ സാർ എന്ന് പറയുമ്പോൾ പ്രിയൻ സാറ്, സന്തോഷ് ഏട്ടൻ, സന്തോഷ് ശിവൻ, സാബു സാർ, ലാൽ സാർ, അവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്നും പിന്നെ അതിന് കുറേ മാനങ്ങളുണ്ട്. അത് വെച്ചപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, അത് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ചില സ്ഥലങ്ങളിൽ കളർ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു ഒരു സസ്പെൻസായിട്ട് അങ്ങനെ അപ്പം അതാണല്ലോ അല്ലേ. അപ്പോൾ അത് പക്ഷേ പ്രിയൻ സാറ് ഒരു ഫിലിം മേക്കർ ആവണമെന്ന് ആഗ്രഹിച്ചത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഓളവും തീരവും ചെറുകഥ വായിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓളവും തീരവും സിനിമയാണ്, സിനിമയ്ക്ക് വേണ്ടി എഴുതിയ തിരക്കഥയാണ് പണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പുണ്ടായത്. പക്ഷേ ഇത് അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ചെറുകഥയെ ബേസ് ചെയ്തിട്ടുള്ള തിരക്കഥയാണെന്നുള്ള വ്യത്യാസമുണ്ട്. അപ്പം ഓളവും തീരവും ഈ പറഞ്ഞ പോലെ 2 സംവിധായകരുടെ ഒരു അവർ കൺസീവ് ചെയ്ത ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അങ്ങനെ അത്തരം കുറേ ആശയങ്ങൾ ഇവരുടെ ഒരു കൂട്ടായ്മയിലും പിന്നെ പ്രിയൻ സാറിൻ്റെ തന്നെ ഒരു വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഓളവും തീരവും എന്ന സിനിമയിൽ ഹരിശേട്ടൻ പ്രധാന വില്ലൻ കഥാപാത്രം, പണ്ട് ജോസ് പ്രകാശ് സാർ അവതരിപ്പിച്ച, പഴയ സിനിമയിൽ ജോസ് പ്രകാശ് സാർ അവതരിപ്പിച്ച കഥാപാത്രത്തിന് വീണ്ടും കുഞ്ഞാലി. പ്രിയൻ സാറിനൊപ്പം ആണെങ്കിലും തന്നെ മങ്ങാട്ടച്ചന് ശേഷം വീണ്ടും പ്രിയൻ സാറിനൊപ്പം, അതുപോലെ ലാലേട്ടനൊപ്പം ആണെങ്കിൽ ഇപ്പോൾ മലൈക്കോട്ട വാലിബിന് ശേഷം അടുത്ത വരുന്നത്. പക്ഷെ മലൈക്കോട്ട വാലിബിന് മുമ്പായിരുന്നു ഷൂട്ട് നടന്നത്. അത് ഈ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. ഞാൻ ട്രെയിലറിൽ നിന്ന് കണ്ടത് ഒരല്പം, അല്ലെങ്കിൽ പഴയ സിനിമ കണ്ടപ്പോൾ അല്പം പരിഷ്കാരിയൊക്കെ ആയ ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രം ഒരു 1950-60 കാലഘട്ടങ്ങളിൽ ഒരു വ്യക്തിയെ ആ ഒരു കഥാപാത്രത്തിലേക്ക് എത്തിയ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി എടുത്ത ഒരു മുന്നൊരുക്കങ്ങളും? ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസം രാത്രി ഒരു കോൾ വരികയായിരുന്നു പ്രിയൻ സാറിൻ്റെ. ഇങ്ങനെ ഞാനിങ്ങനെ ഈ സിനിമ ചെയ്യുന്നു, ഇങ്ങനെ ആ സിനിമയുടെ ആ ഓളവും തീരവും എന്നുള്ള സിനിമയിലെ കുഞ്ഞാലി ഹരീഷിൻ്റെ മുഖമാണ് വരണം. എൻ്റെ കുഞ്ഞാലി ഹരീഷിൻ്റെ മുഖമാണ്, MT സാറിൻ്റെ കുഞ്ഞാലിയാണ്. വളരെ സന്തോഷിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ സിനിമ കാണാൻ തുടങ്ങുന്ന കാലം മുതലേ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പുസ്തകം വായിക്കാൻ തുടങ്ങുന്ന കാലം മുതലേ ആഗ്രഹിക്കുന്ന ഈ മനുഷ്യൻ്റെ ഒരു സംഭാഷണം 2 വരി പറയാനൊരു അവസരം എവിടുന്നെങ്കിലും കിട്ടുമോ. MT സാർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള പുതുമുള്ള കാര്യം. അത് നമ്മൾ ചെറുപ്പം മുതലേ കാണണം. കോഴിക്കോട് ടൗണിൻ്റെ ഉള്ളിലാണ് എൻ്റെ വീട്. ചാലപ്പുറത്താണ് ഞാൻ ജനിച്ചത്, വളർന്നതൊക്കെ. അവിടെ നിന്ന് അളകാപുരി എല്ലാ തിയേറ്ററുകളിലേക്കൊക്കെ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഈ അളകാപുരീൻ്റെ മുന്നിലൊക്കെ സാറിനെയും KT സാറിനെ, തിക്കുടിയൻ മാഷെ, ഇവരൊക്കെ ചെറുപ്പം മുതലേ കാണുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് MT സാറിനെ കാണുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം ഒരു പുതുമയല്ല. ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും കാണുന്ന, പലപ്പോഴും പ്രത്യേകിച്ച് പഴയകാലം കാണുന്ന ആളുകളാണ്. പലപ്പോഴും അങ്ങാടിയിലെ പല ഭാഗങ്ങളിലായിട്ട് കാണുന്നവരാണ്. പക്ഷെ അതേ സമയത്ത് ആ മനുഷ്യനാണ് ഇതൊക്കെ എന്നിങ്ങനെ കുറേ വലുതായി വരുമ്പോൾ അതൊക്കെ എഴുതിയ ആൾ ഈ അദ്ദേഹമാണെന്ന് നമ്മൾ കൂട്ടുകാരൊക്കെ തമ്മിൽ അന്ന് മുതലേ ആഗ്രഹിക്കുന്നതാണ് ഈ മനുഷ്യൻ. അപ്പം അങ്ങനെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഒരു ദിവസം സംഭവിക്കുമല്ലോ. അങ്ങനെ സംഭവിച്ചൊരു സംഭവമായിട്ടാണ് തോന്നിയത്. അപ്പം പിറ്റേന്ന് തന്നെ, അത് അറിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ രാവിലെ ഞാൻ ജോസ് പ്രകാശ് സാറായിരുന്നു ഈ ക്യാരക്ടർ ആദ്യം ചെയ്തത്. അപ്പം സാറിൻ്റെ മകനെ ബന്ധപ്പെട്ട് രാജേട്ടനെയും കൂട്ടി ഇവിടെ കല്ലറയിൽ, അദ്ദേഹത്തിൻ്റെ ഇവിടെ കലൂരുള്ള കല്ലറയിൽ പോയിട്ട് ഒരു മൗനാനുവാദം വാങ്ങി പുഷ്പചക്രം സമർപ്പിച്ച്, അത് വേണമല്ലോ. അത് കഴിഞ്ഞ് നേരെ കോഴിക്കോട്ടേക്ക് വിട്ടു. അവിടെ പോയി MT സാറിന് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടായിരുന്നു തുടങ്ങി. അപ്പോൾ MT സാറായിട്ട് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അശ്വതിനോടും സുധീറിനോടൊക്കെ ചോദിച്ചു, സാറ് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ, സാർ അധികമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അശ്വതി പറഞ്ഞ അച്ഛൻ ഹരീശ്വരനോടാണ് കുറച്ച് അധികം സംസാരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ സാറ് വളരെ വേണ്ടപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാഴക്കാട് എന്ന് പറയുന്ന ഗ്രാമം എനിക്കറിയാത്ത സ്ഥലമല്ല. അപ്പം ഏറനാടും വള്ളുവനാടൊക്കെ ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ, അപ്പോൾ അവിടുത്തെ ഭാഷാ രീതികൾ, അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരുന്നു അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ ഈ കുഞ്ഞാലി എന്ന് പറയുന്ന ആൾ പഴയ കാലത്ത് പുറം രാജ്യങ്ങളിൽ പോയി തിരിച്ചു വരുന്ന ഒരുപാട് മനുഷ്യരുണ്ടല്ലോ, പേർഷ്യയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് പ്രത്യേകതകളുള്ള ആളും കൂടിയാണ്. പിന്നെ കാണാൻ പോകുന്നതായതുകൊണ്ട് ഞാനത് അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അത്തരം രീതികളിലൂടെയൊക്കെയാണ് സഞ്ചരിച്ചത്. പിന്നെ ഈ സിനിമയിൽ നാടകകാലത്തെ ഒന്നിച്ച് പ്രവർത്തിച്ച ആളുകളൊക്കെ ഈ സിനിമയിൽ സഹകരിച്ചിരുന്നു. അതൊക്കെ വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ ജയപ്രകാശ് കുളൂർ സാറിൻ്റെ കീഴിലാണ് ഞാൻ നാടകം ഒക്കെ പഠിച്ചത്, ഗുരുകുലമായിട്ട്.
അദ്ദേഹം ഇതിലൊരു കഥാപാത്രം ചെയ്തിരുന്നു. നമ്മൾ മരിച്ചുപോയ മാമുക്ക ചെയ്തിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളൊക്കെ പാടെ വളരെ സന്തോഷത്തോടു കൂടി ചെയ്ത ഒരു സിനിമയും കൂടിയാണ്. ഒരുപാട് കോഴിക്കോട്ടുകാർ, അതെ കോഴിക്കോടിൻ്റെ കുറേ നന്മകളും ഒക്കെ ആ സമയത്ത് സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നേരത്തെ ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ സുരഭി ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, സുരഭി ചേച്ചി മാത്രമല്ല ദുർഗയും പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രിയൻ സാർ ഇവരെ വിളിക്കുമ്പോൾ ഈ സിനിമ കാണരുത്, അതായത് പഴയ ഓളവും തീരവും കാണരുത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഹരീഷേട്ടനോട് പറഞ്ഞിരുന്നു കാണണ്ട എന്ന് പറഞ്ഞിരുന്നു. കാരണം സാറിൻ്റെ കഥാപാത്രങ്ങളെയാണ് വേണ്ടതെന്നായിരുന്നു. അത് നല്ലതുമാണ്, അങ്ങനെ പറയുന്നത് നല്ലതുമാണല്ലോ. നമുക്കത് കണ്ടിട്ട് ഒരു തന്നെ കണ്ടു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. എന്തായാലും നമ്മൾ ഒരു പക്ഷെ നമ്മളൊക്കെ ഈ സിനിമ കണ്ടതാണ്. പിന്നെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങുന്ന കാലത്തും പി എൻ മേനോൻ സാർ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് മലയാളത്തെ പൊതു ഇടങ്ങളിലേക്ക് പറിച്ചു തൊട്ടൊരു സിനിമയും കൂടിയാണ്. അപ്പോൾ ആദ്യയിലേക്കൊക്കെ ഈ സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞ സിനിമയും കൂടിയാണ്. പക്ഷെ ഇതിൻ്റെ പേരിൽ വീണ്ടും കണ്ടിട്ടില്ല. സാർ പ്രത്യേകം പറഞ്ഞിരുന്നു കാണണ്ട. വീണ്ടും പ്രിയൻ സാറിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നു. അതായത് കുഞ്ഞാലി മരക്കാർ സിനിമയാക്കുന്നു, മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറയുന്ന സിനിമയായിരുന്നു. അതിലെ മങ്ങാട്ടച്ചൻ എന്ന കഥാപാത്രം ആ സിനിമയിൽ തന്നെ പിന്നീട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നായിരുന്നു. വീണ്ടും പ്രിയൻ സാറിനൊപ്പം വരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിനോടൊപ്പമുള്ളൊരു റാപ്പ് എങ്ങനെയാണ്? അയ്യോ, അത് ഭയങ്കര രസമുള്ള ഒരു ബന്ധമാണ്. ഞാൻ കുറേ ലേറ്റ് ആയിട്ടാണ് സാറിൻ്റെ കൂടെ എത്തുന്നതെങ്കിൽ പോലും. ഇപ്പോൾ കുഞ്ഞാലി മരക്കാർ മുതലാണ് ഞാൻ എത്തുന്നത്. പക്ഷെ നമ്മൾ ഈ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പൂച്ചക്കൊരു മുക്കുത്തി സിനിമ കാണുന്ന കോഴിക്കോട് അപ്സര തിയേറ്ററിന് അതുവരെ ഉണ്ടായിരുന്ന ഒരു തമാശ സിനിമകളുടെ മുഴുവൻ ഇത് പൊട്ടിച്ചിട്ടൊരു ക്ലൈമാക്സ് ഒക്കെ ഓർമ്മയില്ല. അതിൻ്റെ ക്ലൈമാക്സ് ഒരുപാട് കഥാപാത്രങ്ങൾ മുഴുവൻ അഴിച്ചു വിട്ട അത് ഇന്നു മുതൽ നമ്മളിങ്ങനെ ശ്രദ്ധ ഈ മനുഷ്യ. പക്ഷെ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ തന്നെയായിരിക്കും. അതല്ല, അതിനുശേഷം പിന്നീട് വളരെ രസകരമായിട്ട് ഓരോ സിനിമകളിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അത്തരം ജോണറിന്നൊക്കെ മാറിയിട്ട് താളവട്ടം പോലെ, തേന്മാവൻ കൊന്തുപോലെ കവിത കളർ ഇങ്ങനെ വാരി വിതറുന്ന ഒരു സംഭവം കൂടിയാണല്ലോ. മരക്കാറിലൊക്കെ ഷൂട്ടിംഗ് അനുഭവങ്ങളൊക്കെ ഞാൻ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അത് ഒരു സ്വപ്നലോകത്ത് എത്തിപ്പെട്ട പോലെ ഉണ്ടായത്. അത് കഴിഞ്ഞ് അത് ഇതിൽ മോണിറ്ററിൽ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം, വേറെ ഒരു കളറും വേറൊരു മൂഡും. ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഞാൻ ഈ സിനിമ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കളറിനോടുള്ള വേറൊരു തരം സൗന്ദര്യാത്മകതയുടെ വല്ലാത്തൊരു ഇതാണ് കാണുന്നത്. അതൊരു കാലത്ത് ശരിക്കും ഇങ്ങനെ പറിച്ചു നടുക എന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ ഇതിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഇത് എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ ഇപ്പം സന്തോഷേട്ടനാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തത്. അപ്പോൾ സന്തോഷേട്ടനായിട്ട് ഞാൻ ഇതേപോലെ തെലുങ്ക് സിനിമ ആദ്യം ചെയ്തത്, മഹേഷ് ബാബുയുടെ സ്പൈഡർ എന്ന് പറയുന്നത്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പം അതിൽ ഒരു സീനൊക്കെ തെലുങ്ക് സിനിമേൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം, ഒരു സീനൊക്കെ 11 രാത്രികളിലൊക്കെ ആയിട്ടാണ് തീർന്നത്, ഒരൊറ്റ സീനൊക്കെ. അപ്പോൾ ഈ എല്ലാ ഇതും കഴിഞ്ഞിട്ട് ലൈറ്റപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് വന്നിട്ട് നമ്മളടുത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കും, ഈ മുഖത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നത് മേക്കപ്പ് ഒന്നും ശരിയായില്ല, എന്താ ഇത് ഇയാൾ ഇങ്ങനെ നോക്കേണ്ട വിചാരിച്ചു നോക്കുമ്പോൾ മൂപ്പര് പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ചെറിയ ഗുളിക പോലത്തെ ചില ലൈറ്റൊക്കെ എടുത്തിട്ട് പോക്കറ്റ് ഇവിടെ കിട്ടും, എല്ലാം ഇവിടെ ഫിറ്റ് ചെയ്യൊക്കെ അങ്ങനെ. ഇപ്പോഴൊക്കെ അതൊക്കെ വേറെ തരം സംഭവമായിരുന്നു. അപ്പം അത്തരം വർക്കുകളൊക്കെയാണ് സന്തോഷേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇവിടേക്ക് എത്തുമ്പം അതല്ല, ആ ആളെയല്ല, ആ ആള് ആകെ വേറൊരു തലത്തിൽ നിന്നിട്ടാണ് ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറയില്ല, പഴയ കാലത്ത് കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഇളക്കൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ അത് വേണ്ടപ്പെട്ട ഒരാൾ, അതിൽ ആ ഒരു നടത്തിപ്പുകാരുടെ ഒരു ആവേശത്തോടു കൂടിയായിരുന്നു സന്തോഷേട്ടൻ ആ ക്യാമറ ഇങ്ങനെ ചലിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ കണ്ട ആ മനുഷ്യനെയല്ല, ഇവിടെ ചെയ്യുന്നത് വേറൊരു തലത്തിലാണ്. അവരുടെ സൗഹൃദത്തിൻ്റെ, അതെ, സൗഹൃദവും അതിൻ്റെ ആ ചെയ്ത്തിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ, ചെയ്ത്തിൻ്റെ രീതികൾ എന്ന് പറയില്ല, അത് ഡിഫറെൻറ്റ് ക്രാഫ്റ്റാണത്. അതാണ് അതിൻ്റെ ഏറ്റവും രസമായിട്ട് തോന്നിയത്. ഇപ്പോൾ സുധീരേട്ടാ, നേരത്തെ ഹരീഷേട്ടൻ പറഞ്ഞ പോലെ തേന്മാവിൻ കൊമ്പത്തിലൊക്കെ കളറുകൾ കൊണ്ട് വിസ്മയിപ്പിച്ച, അല്ലെങ്കിൽ ഇന്നും നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഫ്രെയിമുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്ന പേരുകളൊന്നാണ് തേന്മാവിൻ കൊമ്പത്ത്. അത്രയും മനോഹരമായ ഫ്രെയിമുകളിലൂടെ കഥ പറഞ്ഞിട്ടുള്ള ആ പ്രിയദർശൻ സാറ് ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ ചെയ്യുന്നു. അദ്ദേഹം ഈ ഓളവും തീരവും ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെന്ന് പറയുമ്പോൾ എന്തായിരുന്നു താങ്കളുടെ ഒരു തോട്ട്? അല്ല, ഇത് ഞാനൊരു അല്പം തമാശയിൽ ഞാനിത് ഇങ്ങനെ പറയും, ഏറ്റവും ബേസിക് ലെവലിൽ ഞാൻ പറയും, ഇങ്ങനെ PSC ചോദ്യത്തിൽ ഇപ്പം ഈ 2000-ൽ ഈ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 2000-ൽ ശേഷം ഷൂട്ട് ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാദ്യം ഓളവും തീരവുമാണ്. ഏറ്റവും കോമൺ ആയിട്ട് ജനറലായിട്ട് പറയാൻ പറ്റുന്നൊരു സംഭവം. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഏറ്റവും എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലത്തെ വീണ്ടും ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് പറിച്ചു നടുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
അതായത് ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി നമ്മൾ പുതിയൊരു ജീവിത ഒരു സാമൂഹിക രീതി പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴും ആ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൂടെ ഇന്നത്തെ കാലത്ത് ഒരു സിനിമ ആസ്വദിക്കപ്പെടുക, അതും ആ കാലഘട്ടത്തിലെ കഥാപാത്രങ്ങൾ തന്നെയാണ്. അത് ഇന്നത്തെ ഒരു യങ് ജനറേഷൻ, ഇപ്പം സാറ് തൊട്ട് മുമ്പ് ചെയ്ത സിനിമ, ഇവിടുത്തെ കൊറോണ പേപ്പർ പോലെയൊക്കെയുള്ള സിനിമ, അപ്പം അത് വലിയൊരു ടാസ്ക്കാണ്. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ പ്രിയൻ സാറിനുണ്ട്. കാരണം ഓരോ ഡയറക്ടറും ഒരു സിനിമ എന്നുള്ള രീതിയിലാണ്. പക്ഷേ സാറ് ചെയ്ത സിനിമ ശിലാലിഖിതം എന്ന് പറഞ്ഞ സിനിമയാണ് സാറിന് ആദ്യം മാറ്റിവെച്ച സിനിമ, MT സാറ് മാറ്റിവെച്ച സിനിമ. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, പ്രിയൻ സാറ് MT സാറിനെ കാണാൻ വന്നത് എന്തൊരു ആദരവോടു കൂടിയായിരുന്നു അറിയോ. ഒരു ചെറിയ ഒരു LP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരുന്നത് പോലെയാണ് സാറിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഓളവും തീരവും ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെ പണ്ട് അത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഓളവും തീരം കഥ വായിച്ചപ്പം പ്രിയൻ സാറിൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു MT പോയിട്ട് കണ്ടിട്ട്, സാറിനെ പോയി കണ്ടിട്ട് ചോദിച്ചു നോക്കാൻ. പക്ഷെ അന്നൊന്നും അതിനുള്ള ധൈര്യമില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫിലിം മേക്കർ ആയത് ഈ കഥ വായിച്ചിട്ട് കൊണ്ടാണ്. അന്ന് മുതൽ അതിൻ്റെ ഒരു വിഷ്വൽസ് ഉണ്ട്. അപ്പോൾ സാറ് പറയും, കാരണം അത് കഴിഞ്ഞിട്ടാണല്ലോ ഓളവും തീരവും പോയി കാണുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇത് എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം. അപ്പോൾ ഇത് പെട്ടെന്നുണ്ടായതല്ല. കാരണം അത് വളരെ, ഈ ഷൂട്ടിംഗ് എനിക്ക് തോന്നുന്നു വളരെ പ്രേം സാറിൻ്റെ ഓളവും തീരവും ഇവരൊക്കെ ഉണ്ടെങ്കിലും അത് ആ ടീമിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും. ഒരു സത്യം പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. കാരണം എനിക്ക് മഴയും പുഴയും അങ്ങനത്തെ സമയത്താണൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. നല്ല റിസ്ക് ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും പ്രിയൻ സാറിൻ്റെ ആ ഷൂട്ടിംഗ് രീതി, നേരത്തെ പറഞ്ഞ സന്തോഷം, ഒരു പുഷ്പം, ഒരു പൂ പറിച്ചെടുക്കുന്ന ലാഘവത്തോടു കൂടിയാണ് നമുക്ക് തോന്നുന്നു ഓരോ ഷോട്ടും പ്രിയൻ സാറ് പ്ലാൻ ചെയ്യുന്നത്. സന്തോഷേട്ടനായാലും അത് പക്ഷേ എളുപ്പമുള്ളതല്ല. ഇത്രയും കാലമായിട്ട് ഈ കഥ കൃത്യമായിട്ട് എന്ത് ഷോട്ട് വേണം, അല്ല എങ്ങനെയായിരിക്കണം ഫ്രെയിം എന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള സാറിനൊരു ധാരണയുണ്ട്. അപ്പം അങ്ങനെയാണത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നിലേക്കൊക്കെ എത്തുന്നത്. ഈ പറഞ്ഞതുപോലെ ആരിഷ് പറഞ്ഞു തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിനെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് വളരെ മനോഹരമായിട്ട് പറിച്ചു നട്ട, അതാണ് ഈ സിനിമയിൽ. എല്ലാ സിനിമകളും പിന്നെ ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കപ്പെടാവുന്ന സിനിമയാണ്. അതിലും ഒരു സംശയവുമില്ല, ഓളവും തീരവും എന്ന് പറയുന്ന സിനിമ ഒരുപടി മുന്നിൽ തന്നെയാണ്. അപ്പോൾ എല്ലാ സിനിമയും ഒന്നിനൊന്ന് മെച്ചമാണ്. ഏത് മികച്ചതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് സംഭവിച്ചത്. ഇപ്പോൾ ലാലേട്ടൻ്റെ ബാപ്പുട്ടിയെ കാണാൻ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഹരീഷേട്ടൻ ഇതൊക്കെ ഷൂട്ടിംഗ് സമയം തൊട്ട് കാണുന്നുണ്ട്. എന്താണ് ബാപ്പുട്ടിയെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റുക? ലാലേട്ടനായിട്ടുള്ള ഒരു നടൻ എന്ന രീതിയിൽ എൻ്റെ കൂടിച്ചേരലുകളുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് തന്നെ പറയാം. അദ്ദേഹവുമായിട്ട് ഒരുപാട് സിനിമകളിൽ ഒന്നിച്ച് വർക്ക് ചെയ്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് 6 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. ഈ 6 സിനിമകളിലും 5 സിനിമകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തത്. അതിലൊരു സിനിമ മാത്രമേ അത് അത്ര അല്ലാത്തൊരു ക്യാരക്ടറുള്ളൂ. അതല്ലാത്ത എല്ലാ സിനിമ അപ്പോൾ അങ്ങനെ അപൂർവമായിട്ട് ചിലർക്കേ കിട്ടിയിട്ടുള്ളൂ. അതിൽപ്പെട്ട ഒരാളായി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്, ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ കരുതുന്നത്. അതിലുപരി ഒരു കഥാപാത്രത്തെ അദ്ദേഹം, ഞാൻ നിരവധി തവണ പറഞ്ഞതാണ്, അതുകൊണ്ട് ആവർത്തിക്കും, അദ്ദേഹം ആ കഥാപാത്രത്തെ സ്വീകരിക്കുന്ന രീതി, അതിനെ കൊണ്ടുപോകുന്ന രീതി, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിയിൽ പെരുമാറ്റ രീതി, ഇതൊക്കെ വളരെ ഡിഫറെൻ്റാണ് ഓരോരോ കഥാപാത്രങ്ങൾക്കനുസരിച്ച്. ഇതിൽ ഈ ബാപ്പുട്ടി എന്ന കഥാപാത്രം അദ്ദേഹം പലപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അവിടെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കും. അത് എല്ലാ സിനിമകളിലും ഞാൻ നോക്കുന്ന ഒരു കാര്യമാണ്. വളരെ ഇതായിട്ടുള്ള ഒരു ബാപ്പുട്ടി അറിയാലോ, ബാപ്പുട്ടിയുടെ വേദനകൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതിലൊരു അടിയുണ്ട് ഞങ്ങൾ തമ്മിലുള്ള, അത് നാടൻ അടി. അത് ലാലേട്ടനാണ് കമ്പോസ് ചെയ്യുന്നത്, ലാലേട്ടനാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു, ഇങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹം മറ്റൊരു കഥാപാത്രമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കഥാപാത്രമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണിത് ഈ സംഘടന സംവിധാനം ചെയ്യുന്നത്. ആ സംഘടന സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പ്രതിഭാഗത്ത് നിൽക്കുന്ന എൻ്റെ മനുഷ്യനോടുള്ള കെയർ ഒക്കെ, ഇതൊക്കെ വളരെ ഇതായിട്ട് അദ്ദേഹം സൂക്ഷിച്ചു പോകുന്ന ഒരുപാട് ചില്ലറ വ്യത്യാസങ്ങളുടെ രീതിയിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അതൊക്കെ വളരെയധികം വളരെ പ്രധാനപ്പെട്ട കാര്യം. അതൊന്നും എല്ലാവർക്കും ഒരേ സമയത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്കിത് ഞാൻ വേണമെങ്കിൽ പറയുമോ, ഇപ്പം മോഹൻലാലായതുകൊണ്ട് എന്തൊക്കെയോ തട്ടിക്കയറ്റാണ്, അങ്ങനെ വേണം പറയാം. അങ്ങനെയല്ലത്. അത് നമുക്ക് ഈ ഇത്തരം കാര്യങ്ങളോട് പ്രവർത്തിച്ച് അനുഭവം കൂടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്.
അതങ്ങനെ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ ഒരേ സമയത്ത് വ്യത്യസ്തമായ രീതിയിൽ 100% കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ കൂടെ നിന്ന് കൊടുത്തു എന്ന് മാത്രം തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് സംഘടന രംഗത്തിലൊക്കെ അദ്ദേഹം നമ്മളോട് കാണിക്കുന്ന കെയറൊക്കെ ഉണ്ടല്ലോ, ഞാൻ വളരെയധികം ശ്രദ്ധിച്ച് അതിലെ മനസ്സിലാക്കി. ആ സിങ്കിൻ്റെ ഏറ്റവും വലിയ അപ്പം ലാൽ സാറും ഹരീഷ് ജിയും തമ്മിലുള്ള ഒരു ആ സിങ്കിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ സംഘടന. കാരണം മഴയത്ത്, കാരണം ആ ഫൈറ്റ് കണ്ടാൽ നമുക്കറിയാം, കാരണം അത് വളരെ കൃത്യമായ ഒരു താളം വേണം അല്ലേ, കൃത്യമായ ടൈമിങ് വേണം. കാരണം നാടനടി എന്ത് സംഭവിക്കും, ഒന്ന് കാല് വഴി തെറിച്ച് പോയി കഴിഞ്ഞാൽ വല്ല എവിടെയെങ്കിലുമൊക്കെ തലയടി, കാരണം ഒരു നാടനടിയാണ്, അപ്പം വേറെ ഒന്നുമില്ല. പക്ഷെ അത് അത്ര തമ്മിലൊരു ബെഡ് കാര്യങ്ങൾ സാധാരണ നമ്മൾ ഫൈറ്റിന് ഉപയോഗിക്കുന്ന റോപ്പ്, ബെഡ് അങ്ങനത്തെ ഒന്നുമില്ലാതെ തന്നെ വളരെ ഇതായിട്ട് ചെയ്ത സാധനം. അത് പരസ്പരമുള്ള ഒരു താളം ഉണ്ടല്ലോ, അവർ തമ്മിലുള്ള ആ ഒരു പൊരുത്തത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആ സംഘടന രംഗം. ഒരുപക്ഷെ ഞാൻ പറയും, മോഹൻലാൽ എന്ന് പറയുന്ന അഭിനേതാവിനെ ഏറ്റവും ആരാധിക്കുന്ന സിനിമ മറ്റഭിനേതാക്കളുടെ ഒരു പട്ടിക ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം കൊടുക്കുന്ന പേരുകളൊന്നായിരിക്കും ഹരീഷ് പേരടിയുടെ. കാരണം അദ്ദേഹത്തിൻ്റെ പലപ്പോഴും അദ്ദേഹം പങ്കുവെക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന എല്ലാ പോസ്റ്റുകളും ഞാൻ വായിക്കുന്ന ഒരാളാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം എത്രത്തോളം ഒരു വ്യക്തി എന്ന രീതിയിൽ അഭിനേതാവ് എന്ന രീതിയിൽ മോഹൻലാലിനെ അഡ്മയർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കാണുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ ഷാരൂഖ് ഖാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഡാൻസ് ഷെയർ ചെയ്തപ്പോൾ വ്യക്തമായി പറയുന്നുണ്ട്, അദ്ദേഹം ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഇരിക്കുമായിരിക്കും, പക്ഷെ സ്റ്റേജ് കണ്ടു കഴിഞ്ഞാൽ ആളൊരു പുലിയാണെന്ന് പറയുന്ന അത്രയും വലിയ ആരാധകനാണോ താങ്കൾ? ആരാധകനല്ല ഞാൻ ആരുടെ ആരാധകനല്ല. അങ്ങനെ ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടേതായ അത് മുഴുവൻ കൺസെപ്റ്റ് മാറിപ്പോവും. അത് അത്തരം സാധനം ഇല്ല. പക്ഷേ ആരാധനയ്ക്കപ്പുറത്തേക്ക് ഒരു പഠിതാവ് എന്ന നിലയിലാണ് ഞാൻ ഇവരെയൊക്കെ കാണാറ്, ഇവരെയൊക്കെ സമീപിക്കാറ്. നല്ല ആക്ടേഴ്സിനോട് കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടുന്ന സമയങ്ങളിൽ മുഴുവൻ ഒരു നല്ല പഠിതാവ് എന്ന നിലയിലാണ് ഇത് കാണാറ്. അതിൽ ഏറ്റവും നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദക്ഷിണ കൊടുക്കാത്ത ഒരു ഗുരുനാഥനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കൊടുത്തിട്ടില്ല എപ്പോഴും, ബാലൻസ് അത് എന്താ വെച്ചാൽ അത് മിസ്സാവണ്ട വെച്ചാൽ അത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇനി വന്നോട്ടെ, അതുകൊണ്ട് അത് കൊടുക്കാതെ വെച്ച് അത് കൊടുക്കേണ്ടതാണ്. അത് നല്ലൊരു അധ്യാപകനാണ് അദ്ദേഹം എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഇതിൽ തന്നെ മറ്റ് സിനിമകൾ, ഇപ്പോൾ ഷെർലോക്ക് എന്ന് പറയുന്നത് ഫഹദും നദിയും ഇതിനെപ്പോലെ പൂച്ചക്കുട്ടി അങ്ങനെ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു ചുരുങ്ങിയ ഇതിൻ്റെ അകത്ത് മാത്രം നടക്കുന്ന ഒരു സംഭവമൊക്കെയാണ്. അപ്പോൾ ഇത് വിഷ്വലി ചെയ്യുമ്പോൾ ഇതുണ്ടാകും, ഒരു ചാലഞ്ചല്ലേ അതൊക്കെ. അത്തരം എം ടിയുടെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് വായിക്കുന്നവർക്ക് വിഷ്വലി ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് നമ്മൾ വിഷ്വലി അതിനെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫിക്കൽട്ടീസിനെ എങ്ങനെയാണ് അതിനൊക്കെ ഒന്ന് ഓവർടേക്ക് ചെയ്യുന്നത്? അതിൽ ഇതിലിപ്പം ഇതിൽ ഇങ്ങനെ ഡയറക്ടേഴ്സിന് ഇങ്ങനെ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സമയത്ത് ചില ഡയറക്ടേഴ്സ് ചില കഥകൾ പർട്ടിക്കുലർ അവർ ചോദിച്ചിരുന്നു, റിക്വസ്റ്റ് ചെയ്തിരുന്നു നമുക്കത് കിട്ടുമെന്ന്. അങ്ങനെ ജയരാജേട്ടൻ ചോദിച്ച ഒരു കഥയാണ് സ്വർഗം തുറക്കുന്ന സമയം, അദ്ദേഹത്തിന് അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. മഹേഷ് നാരായണനും ഫഹദും കൂടിയാണ് സാറിനെ കാണാൻ വേണ്ടി വരുന്നത് കോഴിക്കോട്. അവർ രണ്ടുപേരും കൂടിയാണ് വരുന്നത്. അവർ രണ്ടുപേരും കൂടി വരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ കഥ തരുമെന്ന് ചോദിക്കാനാണ്. അപ്പോൾ അത് ഫഹദിനും ഏറ്റവും കൺവിൻസ്ഡായ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം കഥ MT സാറിൻ്റെ കഥ ചെയ്യാൻ റെഡിയായി. അപ്പോൾ ഇവർ രണ്ടാളും കൂടിയാണ് ഒരുമിച്ച് വരുന്നത്. അത് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഷെർലോക്ക് തരുമെന്നാണ്. അപ്പോൾ കാരണം അവരത്രയും അതിനെക്കുറിച്ച് സ്റ്റഡീഡാണ്. വളരെ പരിമിതിയിൽ വളരെ ചലഞ്ചിങ് ആയിട്ടാണ് ഈ യുക്രൈൻ വാറിൻ്റെ ശേഷമൊക്കെ അവിടെ പോയിട്ട് വളരെ പരിമിതമായ യൂണിറ്റൊക്കെ പോയിട്ടാണ്. മഹേഷ് തന്നെയാണ് ക്യാമറ ചെയ്തത്. അതിൽ പൂച്ചയായിരുന്നു. സത്യം പറഞ്ഞാൽ ഹീറോ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ തരത്തിലുള്ള 2 പൂച്ചകളാണ്. കുറച്ച് സമയം അഭിനയിക്കുള്ളൂ. കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് കൊടുക്കണം പൂച്ചയ്ക്ക്, പിന്നെ വെയിറ്റ് ചെയ്യണം. അപ്പം ഫാസിലായാലും മഹേഷ് ആയാലും ഒക്കെ രണ്ടാമത്തെ പൂച്ച വരുന്നവരെ വെയിറ്റ് ചെയ്യണം. പക്ഷെ അത് വളരെ മനോഹരമായിട്ടത് അവർ ചെയ്തിട്ടുണ്ട്. ഒരു ബെസ്റ്റ്. കാരണം ഏറ്റവും നന്നായിട്ട് പിന്നെ ആ കഥയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല ആംഗിളിലും അതിന് ഒരുപാട് തലങ്ങളുണ്ട്. അങ്ങനെയാണല്ലോ വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ ഡിഫറൻ്റായ വേസിൽ കൺസീവ് ചെയ്യാൻ പറ്റുന്നൊരു അതിൽ മഹേഷിൻ്റെതായ ഒരു ഡിഫറെൻറ്റ് മേക്കിംഗ് അതിലുണ്ട്. അപ്പോൾ എന്തായാലും മനോരഥങ്ങൾ അടുത്ത ദിവസം വരുന്നു. ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. എന്താ പറയുക, ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും ഒരു MT കൃതികൾ വീണ്ടും നമുക്ക്. മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആന്തോളജി പ്രൊജക്റ്റാണ് ഇത്. ഇതുവരെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള
ഏറ്റവും വലിയ ആന്തോളജി പ്രോജക്റ്റും ഏറ്റവും കൂടുതൽ സ്റ്റാർ കാസ്റ്റുള്ള ഒരു പ്രോജക്റ്റുമാണ്. അത് മലയാളത്തിൽ നിന്നാണ്. OTT-യിൽ ഇതിൽ 8K-യിലൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അടുത്ത ഒരു 100 വർഷത്തേക്കും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സുധീറിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു സന്തോഷം കൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞോട്ടെ. അതായത് ഞാൻ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ചേളന്നൂർ SN കോളേജിൽ ഒരു ദിവസം കളി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു ദിവസം അവിടെ ബുക്ക് ചെയ്തു. നമ്മൾ VR സുധീഷ് ചേട്ടനൊക്കെ. അപ്പോൾ അന്ന് അവിടെ പഠിക്കുന്ന ആളാണ്. അവിടെ ഫൈനാൻസ് സെക്രട്ടറി എന്തോ ആയിരുന്നു. അതിൻ്റെ കലയുടെ ഉത്തരവാദിത്തമുള്ള ആളാണ്. അപ്പോൾ അന്ന് ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോലേക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാക്കും. കുന്നിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ. അതേപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ഈ വലിയ നല്ല രസമുള്ള ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് തന്നെ അതിലേക്ക് ഇങ്ങനെ പലപ്പോഴും കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഞാൻ ആ കാലം കൂടി ഇങ്ങനെ ആലോചിക്കും. അതാണ് ഒന്നും എവിടെയും ഇതാവുന്നില്ലല്ലേ ഒരു കാലത്തിന്. അതിനുശേഷം പിന്നെ അപ്പുണ്ണികളുടെ റേഡിയോ ഒക്കെ ആകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു നാടകം സമാന്തരം നാടകത്തിന്റെ ഒരു കോഴിക്കോടിന്റെ ഒരു നാടകം. ഇതിനകത്ത് കുറേ കോഴിക്കോടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം അതൊരു വലിയ സന്തോഷത്തിന്റെ കാര്യമാണ് അല്ലേ. എന്തായാലും എന്താ പറയുക, മനോരഥങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടട്ടെ. ഒരു സുധീരേട്ടൻ പറഞ്ഞ പോലെ ഒരു 100 വർഷം ഇനി MD കൃതികൾ പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയുന്ന ഒരു പ്രൊജക്റ്റായി മനോരഥങ്ങൾ മാറട്ടെ. എല്ലാവരും ആശംസകളും.